മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന ബബിതയോട് പറഞ്ഞത് പ്രകാരം തന്നെ അവർ രണ്ടാളും ആ വീടിൻ്റെ മുൻവശത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. അവർ വന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ബബിതയ്ക്ക് ഒരു സമാധാനം തോന്നുന്നുണ്ട്. എന്നാൽ അമൽ പറയുന്നത് താൻ പറഞ്ഞ ആരോ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൽ ആ ഡോറ് തുറക്കാനായി എത്തുന്നത്. എന്നാൽ പുറത്താരാണ് എന്നറിയാനുള്ള അമലിൻ്റെ ആകാംക്ഷയിൽ അമൽ ഡോർ പാളികളുടെ ഇടയിലൂടെ നോക്കുമ്പോൾ അമൽ കണ്ട കാഴ്ച അമലിന് വല്ലാത്തൊരു ഞെട്ടലാണ് ഉണ്ടായത്. അമൽ ആ പാളികൾക്കിടയിലൂടെ കണ്ടത് അലീനയെ ആയിരുന്നു. അമലിന് വല്ലാത്ത ഷോക്കാണ് തോന്നിയത്. അമൽ സ്വയം ചിന്തിച്ചു പോകുകയാണ്, ഇത് ആ വള്ളി പിടിച്ച പെണ്ണല്ലേ? മുൻപൊരിക്കൽ താൻ ബബിതയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവൾ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അന്ന് ബബിതയുടെ കയ്യിൽ നിന്നും ഇവൾക്ക് ആവശ്യത്തിന് കിട്ടിയതുമാണല്ലോ. വീണ്ടും ഇവള് ബബിതയെ ഫോളോ ചെയ്തെങ്ങാനും വന്നതായിരിക്കോ എന്നെല്ലാം അമൽ അവിടെ നിന്ന് ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ ഡോറ് തുറക്കാൻ താമസിച്ചതോടെ ഒന്നുകൂടി കോളിംഗ് ബെൽ അടിക്കാമെന്ന് സ്റ്റാൻലിക്ക് തോന്നുകയാണ്. മറ്റൊരു മുറിയിൽ ബബിതയെ പൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ബബിതയ്ക്ക് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഓടി വരാനോ ഒന്നിനും സാധിക്കുന്നുമില്ല. ബബിതയ്ക്ക് അവിടെ നിന്ന് എങ്ങനെയാണ് ഇവരെ ഒന്ന് അറിയിക്കുക എന്നും ബബിതയ്ക്ക് തോന്നുന്നില്ല. അവളുടെ ഫോണാണെങ്കിൽ അമൽ അടിച്ചു പൊട്ടുകയും ചെയ്തിരുന്നല്ലോ. അമലിന് അലീനയെ കണ്ട് ആകെ സംശയം തോന്നുകയാണ്. ഇനി അവളെങ്ങാനും വിളിച്ചു വരുത്തിയതായിരിക്കുമോ ഇവളെ? എന്താണ് ഇതിന് പിന്നിലെ ആ സത്യം? അമൽ ഉടനെ തന്നെ ബബിതയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ബബിതയോട് ചെന്നിട്ട് അമൽ ചോദിക്കുന്നുണ്ട്, എടി, ആ പുറത്ത് വന്ന് നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ നിനക്ക്? ഞാൻ എങ്ങനെ അറിയാനാ? ഞാൻ ഇവിടെ അല്ലേ ഇരിക്കുന്നത് എന്ന് തിരിച്ച് ബബിതയും പറയുന്നുണ്ട്. അപ്പോൾ അമൽ പറയാണ്, എടി, അത് വേറെ ആരുമല്ല, നിൻ്റെ വീട്ടിലെ ആ വേലക്കാരിയില്ലേ, അവളാണ്. ബബിതയ്ക്കപ്പോൾ മനസ്സുകൊണ്ട് ഒരു ഐഡിയ തോന്നുകയാണ്. താനും അലീനയും ശത്രുക്കളെ പോലെയാണെന്നുള്ള ധാരണയിൽ തന്നെ ഇവനോട് സംസാരിക്കാം, എങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ വിചാരിച്ചോടത്ത് നടക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ബബിതയ്ക്ക് തോന്നുന്നുണ്ട്, ഇനി ഇവൻ ചേച്ചിയെ മാത്രമാണോ കണ്ടത്? ചേച്ചിയുടെ കൂടെ സ്റ്റാൻലി അങ്കിൾ വന്നിട്ടില്ലേ അപ്പോൾ എന്നെല്ലാം തോന്നുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ബബിത വളരെ നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവൾ മാത്രമാണോ വന്നിരിക്കുന്നത്? അവളുടെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ ആരെയും കണ്ടില്ല. അവൾ വന്ന് ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എനിക്ക് അവളെ കണ്ടപാടെ ദേഷ്യമാണ് വന്നത്. നീ പറഞ്ഞിട്ടാണോ അവൾ വന്നിരിക്കുന്നത്? അപ്പോൾ അമൽ പറയുകയാണ്, എടി, എന്താ അവളുടെ ഉദ്ദേശം? എനിക്ക് എങ്ങനെ അറിയാനാ? അവൾ എന്നെ ഫോളോ ചെയ്തെങ്ങാനും വന്നതായിരിക്കും. ഞാൻ ചെന്ന് 4 വർത്താനം പറഞ്ഞാലോ അവളെടുത്ത്? എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. അവളെ പറഞ്ഞു വിടാനേ എനിക്കറിയാം. തിരിച്ച് എന്ത് പറയണമെന്നറിയാതെ ബബിത സ്തംഭിച്ചിരിക്കുകയാണ്. ബബിതയ്ക്ക് ഒരു ഐഡിയയും തോന്നുന്നില്ല. ഇവൻ ഇനി ചെന്നിട്ട് എന്തായിരിക്കും പറയുക? എന്തായാലും നീ പോയി ആ ഡോറ് തുറക്ക്. അവർ വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ടില്ലേ? അവരോ? വേറെ ആരാടി? അല്ല, ഞാൻ അലീനയെയാണ് പറഞ്ഞത്. അവർ വീണ്ടും ബെല്ലടിക്കുന്നത് നീ കേൾക്കുന്നില്ലേ? നീ പോയിട്ട് അവളോട് കാര്യം പറയ്. ഇവിടെ എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ചോ? അവൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പൊയ്ക്കോളൂ. എനിക്കറിയാം എന്ത് വേണമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അമൽ പുറത്തേക്ക് തന്നെ വരികയാണ്. വീണ്ടും വന്ന് ഡോറിന് ഇടയിലൂടെ നോക്കുമ്പോൾ അലീനയെ മാത്രമേ അവൻ കാണുന്നുള്ളൂ. അപ്പോൾ അവൻ പെട്ടെന്ന് ഡോറ് വലിച്ച് തുറന്നതോടെ അമൽ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ആ ഡോറ് തള്ളി തുറന്നുകൊണ്ട് സ്റ്റാൻലിയാണ് അകത്തേക്ക് കയറുന്നത്. പിന്നാലെ തന്നെ അലീനയും അകത്തേക്ക് കയറുകയാണ്. സ്റ്റാൻലിയെ കണ്ടപാടെ അമലിൻ്റെ എല്ലാ ധൈര്യവും പോയി. അമലിന് എന്ത് ചെയ്യണമെന്നറിയാതെ അമൽ ആകെ സ്തംഭിച്ച് നിന്ന് പോവുകയാണ്. എങ്കിലും അമലിൽ ആ ഒരു ധൈര്യം എടുത്തുകൊണ്ട് അമൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാ? നിങ്ങളെന്തിനാ ഇവിടേക്ക് കയറി വന്നത്? ഞാൻ ആരാണെന്നോ? ഞാൻ ആരാണെന്നൊക്കെ സാവധാനം പറയാടാ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ആ ഡോർ ലോക്ക് ചെയ്ത് അതിൻ്റെ ചാവി തൻ്റെ പോക്കറ്റിലേക്ക് ആക്കുകയാണ്. ഇതേ സമയം അലീന അമലിനോട് ചോദിക്കുന്നുണ്ട്, എടാ, എവിടെയാടാ അവള്? ആര്? ഇവിടെ ആരുമില്ല. ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രമേ ഉള്ളൂ. ഏത് ഫ്രണ്ട്സ്?
എന്നാൽ ഇവരുടെ സംസാരമെല്ലാം റൂമിലിരുന്ന് കേൾക്കുമ്പോൾ തന്നെ ബബിത അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ ഉണ്ട്, എന്നെ ഇവൻ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ ആ ഭാഗത്തേക്ക് അലീന നടക്കുന്നുണ്ട്. എന്നാൽ അവൻ അലീനയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് സ്റ്റാൻലിയുടെ അടുത്തേക്കായിട്ട് എറിയുന്ന പോലെ ചെയ്യാണ്. ഇത് കണ്ടു നിൽക്കുന്ന സ്റ്റാൻലി ഓടിച്ചെന്ന് ഒരൊറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട് അമലിന്. അമൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ അടിയിൽ തന്നെ അമൽ അവിടേക്ക് പെട്ടെന്ന് ഇങ്ങനെ വീണു പോവുകയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് സ്റ്റാൻലിയെയും അവൻ അടിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാൻലി അതെല്ലാം തടുക്കുകയാണ്. സ്റ്റാൻലി അമലിൻ്റെ കൈ രണ്ടും പിടിച്ച് ബാക്കിലേക്ക് തിരിച്ചു പിടിച്ചിട്ട് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, മോള് പോയി ബബിതയെ ഏത് റൂമിലാണോ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് നോക്ക്. അലീന ഉടനെ തന്നെ സ്റ്റാൻലി പറഞ്ഞ പോലെ ബബിതയുടെ ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും അലീന വിളിക്കുകയാണ്, ബബിതേ നീ എവിടെയാണ്, ഏത് റൂമിലാണെന്ന് ചോദിക്കുമ്പോൾ ആ റൂമിൻ്റെ ഡോറിലിട്ട് ബബിത തട്ടുന്നുണ്ട്. ചേച്ചി ഞാനിവിടെ ഉണ്ട്, അവൻ എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ തന്നെ വന്ന് ബബിത കിടക്കുന്ന ആ റൂം അലീന ഓപ്പൺ ചെയ്യുന്നുണ്ട്. ബബിത റൂമിന് പുറത്തേക്ക് വരുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, നിന്നെ അവൻ ഇന്ന് എന്തെങ്കിലും ചെയ്തോ, അവൻ ഉപദ്രവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ ഉപദ്രവിച്ചില്ല ചേച്ചി, പക്ഷേ അവൻ പറഞ്ഞ ഓരോ വാക്കുകളും എന്നെ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു എന്ന് ബബിത പറയാണ്. എന്താ അവൻ പറഞ്ഞത്? എന്തേ നിൻ്റെ ഫോൺ എന്തേ? എനിക്ക് നിന്നെ കോണ്ടാക്റ്റ് ചെയ്യാനോ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് അത് നീ റിസീവ് ചെയ്യുന്ന പോലും ഉണ്ടായില്ല. എനിക്ക് ആകെ ടെൻഷനായി. എന്താ സംഭവിച്ചതെന്നൊക്കെ അലീന ഒറ്റ ശ്വാസത്തിൽ തന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ബബിത നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാൻ ഫോൺ എടുത്തതോടെ അവൻ എൻ്റെ ഫോൺ വാങ്ങിച്ച് അടിച്ചു പൊട്ടിച്ചു ചേച്ചി. പിന്നെ അവൻ എന്നോട് ഒരുപാട് വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചു. അവൻ എന്നെ ഇവിടെ നിന്നും ആർക്കോ കൊടുക്കാനാണെന്നോ എനിക്ക് വേണ്ടിയിട്ട് ആരോ ഒരുപാട് പണം തരാമെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞതോടെ അലീനയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അലീന ബബിതയുടെ കൈയും പിടിച്ച് സ്റ്റാൻലിയും അമലും നിൽക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. അലീനയും ബബിതയും അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ സ്റ്റാൻലി ഇവനെ കൈ തിരിച്ച് ബാക്കിലിട്ട് പിടിച്ചിട്ട് കഴുത്തിനിങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുകയായിരുന്നു സ്റ്റാൻലി. ഇത് കണ്ടുവരുന്ന അലീന സ്റ്റാൻലിയോട് പറയുകയാണ്, പപ്പ ഇവനിന്ന് വളരെ മോശമായ രീതിയിലായിരുന്നു ഇവളോട് പെരുമാറിയത്. ഇവൻ ഇവളോട് പറയുകയായിരുന്നു അത്രേ ഇവൻ ഇവളെ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു എന്ന്. ഇവൻ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഇവനി ഒരു പണവും കൊടുക്കില്ലെന്നും ഇവനെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വിളിച്ചു വരുത്തിയതെന്നും അവന് അറിയാമായിരുന്നു പോലും. സ്റ്റാൻലി അവനെ പിടിച്ചിരുന്ന ആ മുറുക്കം ഒന്നും കൂടി മുറുക്കി തന്നെ പിടിക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ പെൺകുട്ടികളെ കുറിച്ചൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിൻ്റെ എല്ലാ തോന്നിവാസങ്ങൾക്കും ഇവരൊക്കെ നിനക്ക് കൂട്ടു നിൽക്കുമെന്നോ? അല്ലെങ്കിൽ നീ വിചാരിക്കുന്ന പോലെയാണ് ഈ പെൺകുട്ടികളൊക്കെ എന്നോ? എന്നാൽ അമലിൻ്റെ ഭാവം മറ്റൊന്നായിരുന്നു. ഇവരെ കണ്ടപ്പോഴുണ്ടായിരുന്ന ആ ഷോക്കൊക്കെ അമലിനങ്ങ് പോയി. അമലിന് എന്തൊക്കെയോ ഒരു ധൈര്യമുള്ളതുപോലെ. അമൽ തിരിച്ച് പറയുന്നുണ്ട്, നിങ്ങളെന്ത് കരുതിയിട്ടാ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്? ഇവളെ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ. ഇവള് ഞാൻ വിളിച്ചിട്ട് തന്നെയല്ലേ ഇവിടേക്ക് വന്നത്. പിന്നെ നിങ്ങളെന്തിനാ എന്നെ അതിക്രമിക്കുന്നത്? ഇത്രയൊക്കെ ചെയ്തു കൂട്ടാൻ ധൈര്യമുള്ള നിനക്ക് അത് മനസ്സിലായില്ലേ? ഞങ്ങൾ ഇവിടെ വരെ എത്തണമെങ്കിൽ അത് ഇവള് വിളിച്ചിട്ടായിരിക്കണമെന്ന് നിനക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലാഞ്ഞിട്ടാണോ? അതോ അത് മറച്ചു വെച്ച് നീ ഞങ്ങളോട് സംസാരിക്കുന്നതാണോ എന്ന് സ്റ്റാൻലി തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്. അല്ല, ഈ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പെണ്ണുങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ച് കൊടുക്കുന്നതാണോടാ നീ ഈ പറഞ്ഞ സ്നേഹവും സ്നേഹബന്ധവും? സ്റ്റാൻലിയുടെ കൈപ്പിടിയിൽ നിന്നും കുതറാൻ ശ്രമിച്ചുകൊണ്ട് അമൽ പറയുകയാണ്, നിങ്ങൾ എന്ത് കരുതിയിട്ടാ എന്നെ ഈ വട്ടം പിടിച്ച് നിർത്തിയിരിക്കുന്നത്? ഞാൻ എത്താനെങ്ങാനും വൈകിക്കഴിഞ്ഞാലേ ഇവളുടെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇന്നത്തോടെ ഒരുപാട് ഇൻ്റർനെറ്റുകളിൽ കിടന്ന് കളിക്കും. എന്താ കാണണോ നിങ്ങൾക്ക്? അവൻ്റെ ആ ചോദ്യത്തിൽ ബബിതയും അലീനയും ഒന്ന് പേടിച്ചു എന്നല്ലാതെ സ്റ്റാൻലിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അത്രയ്ക്ക് ധൈര്യമുണ്ടോ നിനക്ക്? എങ്കിൽ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. അതുകൂടി കേട്ടതോടെ അമലിന് കാര്യം മനസ്സിലായി, ഇവരുടെ അടുത്തേക്ക് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ലെന്ന്. അമൽ സ്റ്റാൻലിയുടെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കും തോറും
സ്റ്റാൻലി ആ പിടുത്തം മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, അലീനെ, ആ ബാഗിൽ നിന്ന് ആ കയറൊന്നും ഇങ്ങോട്ട് എടുത്തേ. ഇത് കേട്ട അമൽ ആകെ ഷോക്കാകുകയാണ്. അമൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്ത് ചെയ്യാനാണ് പോകുന്നത്? നിങ്ങൾക്ക് എന്താ ഇത്രയ്ക്ക് ബോധമില്ലാണ്ടായോ? ഈ വീടേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെയാണ്. അവൻ അധികം വൈകാതെ തന്നെ ഇവിടേക്ക് എത്തും. എന്നെ നിങ്ങൾക്ക് എത്ര സമയം ഇവിടെ പൂട്ടിയിടാൻ കഴിയും? അധിക സമയമൊന്നും പൂട്ടിയിടണ്ട. നിൻ്റെ കയ്യിലുള്ള ആ സാധനങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചാൽ നമുക്ക് രണ്ട് കൂട്ടർക്കും രണ്ട് വഴിക്ക് അങ്ങോട്ട് പിരിയാം. പിന്നീട് നീ ഒരിക്കലും ബബിതയെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത്. നിന്നോട് അവൾ നല്ല രീതിക്കല്ലേ പറഞ്ഞത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തുടർന്ന് കൊണ്ടുപോകാൻ അവൾക്ക് താല്പര്യമില്ലെന്ന്? നിനക്കതെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇതെല്ലാം ചോദിക്കാനും പറയാനും നിങ്ങൾ അവളുടെ ആരാ? അവളുടെ അച്ഛന് പോലും ഇല്ലാത്ത വിഷമം നിങ്ങൾക്കെന്തിനാ? അവളുടെ അച്ഛന് വിഷമില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? അവളുടെ അച്ഛനെ ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. ഓ, അല്ലെങ്കിലും അതൊക്കെ എങ്ങനെ അറിയിക്കാനാ അല്ലേ? മോളുടെ ലീലാവിലാസങ്ങൾ അടങ്ങിയ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ മറ്റൊരു ആൺകുട്ടിയുടെ കയ്യിലുണ്ടെന്ന് അറിയുമ്പോൾ ഏതൊരച്ഛനെ ആയാലും സഹിക്കാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന വഴിക്ക് തന്നെ അവളുടെ അച്ഛനങ്ങ് നെഞ്ചുപൊട്ടി ചത്തുപോകും. 2 വട്ടം അറ്റാക്ക് കഴിഞ്ഞ ആളല്ലേ. അപ്പോൾ പിന്നെ ഇതൊക്കെ എങ്ങനെ പറയും അല്ലേ? ഇതുകൂടി കേട്ടതോടെ അലീനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അലീന ഓടിച്ചെന്ന് അവൻ്റെ കരണം നോക്കി ഒരൊറ്റ അടി കൊടുത്തു. അപ്പോൾ തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, അയ്യോ മോളെ, അതിക്രമങ്ങളൊന്നും കാണിക്കാതെ, സമയമായി വരുന്നതല്ലേ ഉള്ളൂ, ഒന്ന് അടങ്ങ്. അവൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തോട്ടെ. അപ്പോഴേക്കും സ്റ്റാൻലി ഒരു ചെയർ എടുത്ത് അവനെ അതിലിരുത്തി ബാക്കിലേക്ക് കൈയൊക്കെ പിടിച്ച് അലീന കൊടുക്കുന്ന കയറ് വെച്ച് കെട്ടിയിടുകയാണ്. അപ്പോൾ അവനോട് പറയുന്നുണ്ട്, നല്ല രീതിക്കാണെങ്കിൽ ഈ ചെയറിൽ നിനക്ക് ഇങ്ങനെ ഇരിക്കാം. അതല്ല നീ ഒച്ചെടുക്കാനാണ് ഭാവമെങ്കിൽ അവളുടെ ബാഗിൽ ഒരു തുണിക്കഷ്ണം കൂടി ഞാൻ കരുതിയിട്ടുണ്ട്. അത് നിൻ്റെ വായിലേക്ക് തള്ളി ഞാൻ കയറ്റി വയ്ക്കും എന്ന് സ്റ്റാൻലി വളരെ തമാശയോടുകൂടി തന്നെ അവനോട് പറയുന്നുണ്ട്. അമലിന് ഇതെല്ലാം പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ ചെറിയൊരു ഭയം അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തോന്നുന്നുണ്ട്. അമൽ തിരിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നിൻ്റെ കയ്യിൽ ബബിതയുടെ ഫോട്ടോസും വീഡിയോസും ഉണ്ടെന്ന് പറഞ്ഞത് എല്ലാതും ഞങ്ങൾക്ക് തരണം. പിന്നീട് ഒരിക്കലും ഈ പേര് പറഞ്ഞ് നീ ഞങ്ങളുടെ മുമ്പിലേക്ക് വരാനേ പാടില്ല. അങ്ങനെ വെറുതെ പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല. നീ അതെല്ലാം പൂർണ്ണമായും ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചുവെന്നും നീ ഞങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരിക തന്നെ വേണം. ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അതൊക്കെ ഞാൻ മറ്റൊരു കാര്യങ്ങൾക്കായിട്ട് തന്നെ കരുതി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്നെ എത്ര സമയം ഇവിടെ അടക്കി വെക്കാൻ കഴിയും? അത്രയും സമയം നിങ്ങൾ ചെയ്തോളൂ. അതിനുള്ളിലേ എൻ്റെ ആൾക്കാർ ഇവിടെ എത്തുകയും എന്നെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അത് തടയാനുള്ള എല്ലാ വഴികളുമായിട്ട് തന്നെയാണ് ഞങ്ങളും വന്നിരിക്കുന്നത്. ബബിതയും അലീനയും സ്റ്റാൻലിയും അമലും തമ്മിലുള്ള സംസാരമെല്ലാം കേട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും അവൻ പറഞ്ഞ വാക്കുകളെല്ലാം കേട്ട് അലീന ആ ഷോക്കിൽ നിന്നും മാറിയിട്ടില്ല. ഇതേ സമയം അലീന പറയുന്നുണ്ട്, നിന്നോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തു പോയത്? ഞാൻ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചു പോയി. ഞാൻ ഒരുപാട് തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് തിരുത്തണമെന്ന് പറഞ്ഞതാണോ ഞാൻ നിന്നോട് ചെയ്തു പോയ തെറ്റ്? എത്രയോ പണം നീ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു. ഞാൻ ഉപയോഗിച്ചിരുന്ന എത്രയോ ഓർണമെൻറ്റ്സ് നീ നിൻ്റെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോയി വിറ്റു. ഇതൊന്നും ഞാൻ തിരിച്ചു ചോദിച്ചില്ലല്ലോ. എൻ്റെ ജീവിതം മാത്രം എൻ്റെ വഴിക്ക് നീ വിട്ടു തരണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനാണോ നീ ഇത്ര വലിയ ശിക്ഷ എനിക്ക് വേണ്ടി വിധിച്ചത്? അതിന് നീ എന്നെ ഉപേക്ഷിച്ച് പോകുമ്പോൾ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നിന്നെ കുറച്ച് നാൾ കൊണ്ടു നടക്കണം, എനിക്ക് വേണ്ട പൈസ നിന്നിൽ നിന്ന് ഉണ്ടാക്കണമെന്ന് മാത്രമേ ഞാനും വിചാരിച്ചിരുന്നുള്ളൂ എന്ന് അമൽ പറയുന്നത് കേട്ട് സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട് സ്റ്റാൻലി അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. അപ്പോൾ അമൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എത്രയൊക്കെ അടിച്ചാലും എൻ്റെ ആവശ്യം ഞാൻ അവളിലൂടെ നിറവേറ്റുക തന്നെ ചെയ്യും. നീ ഇത്രയ്ക്ക് ക്രൂരനായിരുന്നോടാ? അപ്പോൾ സ്റ്റാൻലി അമലിനോട് ചോദിക്കുകയാണ്, നീ അപ്പോൾ വേണ്ടി വന്ന എല്ലാ പെൺകുട്ടികളെയും ഇതുപോലെയൊക്കെ തന്നെ ചെയ്യോ? നീ എന്നിട്ട് ഈ പണം കൊണ്ടൊക്കെ എന്താണ് നേടാൻ പോകുന്നത്? നിൻ്റെ അച്ഛൻ മാന്യമായിട്ടൊരു ഫ്രൂട്ട്സ് ഷോപ്പ് ഇട്ട് നിന്നെ പോറ്റുന്നില്ലേ? നിന്നെ വളർത്തുന്നില്ലേ? അതിൽ നിന്നൊക്കെ
നീ എത്രത്തോളം സന്തോഷം നീ ഒരു കാലത്ത് കണ്ടെത്തിയിരുന്നു? പിന്നീട് എന്നാണ് നീ ഇത്രയ്ക്ക് മോശമാവാൻ തുടങ്ങിയത് എന്നെല്ലാം സ്റ്റാൻലി ചോദിക്കുമ്പോൾ അവനൊരു കൂസലുമില്ലാതെ അവൻ പറയുന്നുണ്ട്, എനിക്ക് ആരെയും വേണ്ട, എനിക്ക് പണമാണ് പ്രധാനം. പണമുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വില വെക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അവരറിയാത്തിടത്തോളം കാലം. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുകയാണ്, ഓ നിനക്കപ്പോൾ ആ ബോധമുണ്ട് അല്ലേ? നിൻ്റെ അച്ഛനും അമ്മയും അറിയാത്തിടത്തോളം കാലം. അവരിതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പൂർണ്ണമായിട്ടും വെറുക്കും അല്ലേടാ. അതിന് അവരിതൊന്നും അറിയാൻ പോകുന്നില്ലല്ലോ. അതെങ്ങനെയാടാ നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്? സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിയോട് അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉറപ്പില്ലേ എൻ്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ കഴിയുമെന്ന്? അതേപോലെ തന്നെ ഒരു ഉറപ്പാണ് എനിക്കും, എൻ്റെ അച്ഛനും അമ്മയും ഇതൊന്നും അറിയാൻ പോകുന്നില്ലെന്ന്. അത്രയ്ക്ക് ഉറപ്പൊന്നും നീ വിചാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോട് സ്റ്റാൻലി പറയുകയാണ്, മോളെ നീ ആ ഡോറൊന്ന് തുറന്നേ എന്ന് പറയുന്നുണ്ട്. അലീന ഉടനെ തന്നെ ആ ഡോറ് തുറക്കുകയാണ്. ഡോറ് തുറന്ന് അലീന ആകെ ഷോക്കാവുന്നുണ്ട്. അലീന പോലും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ 2 പേരെ അലീന കണ്ടത്. അലീനയെ മറികടന്നുകൊണ്ട് ബബിതയും ആ വശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് അമലിൻ്റെ അച്ഛനെയും അമ്മയെയുമായിരുന്നു. അവരോട് കയറി വരാനായിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. അവർ രണ്ടാളും വളരെ വിഷമിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അലീനയോട് ഡോർ അടയ്ക്കാനായി സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന ഡോർ അടച്ച് വീണ്ടും ലോക്ക് ചെയ്യുകയാണ്. അലീനയ്ക്ക് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഇവരെ കണ്ട പാടെ അമലും ആകെ അന്താളിച്ചു പോകുകയാണ്. അമൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അവരെ കണ്ടത്. അമൽ അവരെ, അച്ഛ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛൻ കൈ ഉയർത്തി അവൻ്റെ മുഖത്തേക്കായി ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട്, ഇനി ഒരിക്കൽ പോലും നീ ഞങ്ങളെ അച്ഛ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് വരരുത്. നിന്നെ ഇങ്ങനെയാണോ ഞങ്ങൾ വളർത്തിയത്? അച്ഛൻ ഞാൻ ഒരു തെറ്റും നീ ഒന്നും പറയരുത്. ഇവർ വന്ന സമയം മുതൽ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അലീനയ്ക്ക് ഒന്നും മനസ്സിലാവാതെ അലീന സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അലീന സ്റ്റാൻലിയോടായി പറയുന്നുണ്ട്, മോളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവനെ ഇവിടെ കൊണ്ടുവന്ന് വെറുതെ തല്ലി ചതച്ചുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ലെന്ന് മനസ്സിലായി. പിന്നെ നീ തന്നെയല്ലേ പറഞ്ഞത് അവനെ നാണം കെടുത്തരുത്, അവനെ ജയിലിൽ കയറ്റരുത്, അവൻ്റെ കുടുംബം നാണം കെടും, അതുപോലത്തെ ഒരു കുടുംബം നിങ്ങൾക്കുണ്ടായിരുന്നതാണ് എന്നെല്ലാം. പിന്നെ ഇവൻ്റെ വീട്ടുകാരറിയാതെ ഇവനെ ഒരിക്കലും നേർവഴിക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ തന്നെയാണ് ഇവൻ്റെ വീട്ടുകാരെ അറിയിച്ചതും ഇവിടേക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ ഒപ്പം തന്നെ ഇവരോട് എത്തണമെന്ന് പറഞ്ഞ് വിളിച്ചതും ഞാനാണ്. അവരതേ പ്രകാരം വരികയും പുറത്ത് നിൽക്കുകയും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് പ്രകാരം തന്നെയാണ് അവരിവിടെ എത്തിയത്. ഇതെല്ലാം കേട്ട് നിന്ന അമലിൻ്റെ അച്ഛൻ സ്റ്റാൻലിയോട് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, സാറ് ഇവനെപ്പറ്റി ഓരോ വാക്കും ഇന്നലെ പറഞ്ഞപ്പോഴും അത്രയ്ക്കൊന്നും എൻ്റെ മോൻ വഷളായിട്ടില്ലെന്ന് തന്നെയായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഒരു പെൺകുട്ടിയെ ഇത്രമാത്രം ചതിച്ച് പണമുണ്ടാക്കാനൊക്കെ ഇവൻ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല സാറേ. ഞാൻ ഒരാളെയും പറ്റിച്ച് 1 രൂപ പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ മാന്യമായി തന്നെയാണ് ഒരു ഫ്രൂട്ട്സ് ഷോപ്പ് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇവൻ എവിടെ നിന്നാണ് ഇത്രയും മോശമായ പ്രവൃത്തികളൊക്കെ പഠിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ വളരെ വിഷമിക്കുന്നുണ്ട്. എന്നാൽ ആ അമ്മ ബബിതയുടെ അടുത്തേക്ക് വന്നിട്ട് ബബിതയോട് പറയുകയാണ്, മോളെ എൻ്റെ മകൻ കാരണം നിനക്കുണ്ടായ അപമാനത്തിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും നിൻ്റെ പിന്നാലെ ഇവൻ വരില്ലെന്ന് ഒരു സ്ത്രീ എന്ന നിലയ്ക്കും അവനെ പ്രസവിച്ച ഒരമ്മ എന്ന നിലയ്ക്കും ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. ഇവൻ നിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു വെച്ചിരിക്കുന്നു എന്ന് ഇന്നലെ ഇദ്ദേഹം വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും വിശ്വസിച്ചില്ല. എന്നാൽ ഇവൻ്റെ റൂമിൽ കയറി ഇദ്ദേഹം എല്ലാം പരിശോധിച്ച് എടുത്തു കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എല്ലാം ലഭിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം ഇവനെ നേരത്തെ കൂട്ടി അറിയിക്കണമെന്ന് ഉറപ്പുമ്പോൾ തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത്. നീ ഞങ്ങളോട് ക്ഷമിക്കണേ മോളെ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ആൻറ്റി അവൻ മാത്രമല്ല ഇതെല്ലാം ഇവിടെ വരെ എത്തിച്ചത് എൻ്റെയും കൂടിയും തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയും അവരോട് ക്ഷമ ചോദിക്കുന്നുണ്ട്.
അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫോൺ തട്ടിപ്പറിച്ച് സ്റ്റാൻലി മേടിച്ചെടുക്കുകയാണ്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, ഈ ഫോൺ ഇതെനിക്ക് വേണമല്ലേ, ഇനി ഇതുകൂടിയേ എനിക്കൊന്ന് പരിശോധിക്കാനുള്ളൂ. വേറൊന്നും തന്നെ നിൻ്റെ കയ്യിലില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. നീ പിന്നെ മറ്റാരിക്കെങ്കിലും സെൻഡ് ഇട്ടിട്ടുണ്ടോ എന്നുകൂടി എനിക്കറിയാനുള്ളൂ. ഏകദേശം അതും ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അങ്ങനെ നീ നിൻ്റെ ലാപ്ടോപ്പ് വഴിയോ നിൻ്റെ മൊബൈൽ വഴിയോ ആർക്കും സെൻഡ് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ നീ അവളോട് പറഞ്ഞത് അത് സത്യം തന്നെയാണ്. അത് ഞാൻ ഇന്നലെ മനസ്സിലാക്കിയതാണ്. അവളുടെ 1-2 ഫോട്ടോസ് നീ ആർക്കോ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായി. പിന്നെ ഈ നിമിഷം വരെ നിൻ്റെ മൊബൈൽ ഫോൺ ഇന്നലെ മുതൽ ഈ നിമിഷം വരെ എൻ്റെ കൺട്രോളിലായിരുന്നു. പിന്നെ നീ പറഞ്ഞില്ലേ ആരൊക്കെയോ അടുത്ത നിമിഷം തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന്. ആരും വരാൻ പോണില്ല അമലേ. അവരെയൊക്കെ ഇന്നലെ തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തതാ. അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും കേട്ടിട്ട് അതിശയം തോന്നുന്നില്ലെങ്കിലും അമലും ബബിതയും അലീനയും വല്ലാത്ത ടെൻഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇവർക്കാർക്കും ഈ നടന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. സ്റ്റാൻലി അമലിനെ ആ കസേരയിൽ നിന്ന് കെട്ടുകളൊക്കെ അഴിച്ച് അവൻ്റെ അച്ഛൻ്റെ അരിയത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഇവൻ ഇനി നന്നായിക്കോളും. ഇവന് ഇനി ബബിതയുടെ പിന്നാലെ എന്നല്ല ഒരു പെൺകുട്ടികളുടെ പിന്നാലെയും പോവില്ല. നിങ്ങളിവനെ പൂർണ്ണമായിട്ടും കൈയൊഴിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അച്ഛനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഒരു വട്ടം നമ്മുടെ മക്കളുടെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അവരെ നേർവഴിക്ക് നടത്താൻ നമ്മളെ കൊണ്ടാകും. നിങ്ങളതിന് ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ 3 ആളെയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ അമലിന് ചെറിയൊരു അമർഷത്തോടെ സ്റ്റാൻലിയെ നോക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നിൻ്റെ നല്ലതിന് വേണ്ടി മാത്രമാണ് അമലേ ഞാൻ ഈ പറഞ്ഞതെല്ലാം. നീ ഒരിക്കലും ഇനി ഈ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിന്നെപ്പോലെ ഒരു മകൻ എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയും ബബിതയും പറഞ്ഞത് ശരിയാണ്. ബബിതയും പറഞ്ഞല്ലോ ഇതുവരെ എത്താൻ അവളും ഒരു കാരണക്കാരിയായിരുന്നുവെന്ന്. അതുകൂടി മാനിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ ഇപ്പോൾ വെറുതെ വിടുന്നത്. പക്ഷെ അമലേ, ഇനിയൊരു തെറ്റ് നിൻ്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് ബബിത എന്നെ വിളിച്ച് പറഞ്ഞാൽ അവിടെ നീ തീർന്നു എന്ന് ഉറപ്പിച്ചോളൂ. അത് ഇന്നലെ ഞാൻ നിൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഒപ്പം തന്നെ സ്റ്റാൻലിയും ബബിതയും അലീനയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. വീട്ടിൽ നിന്നും 3 പുറത്തേക്കിറങ്ങി ബബിത ഉടനെ തന്നെ സ്റ്റാൻലിയുടെ കാൽക്കൽ വീഴാണ്. അങ്കിള് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി ചെയ്തത്? ഇതൊന്നും ഞാൻ അറിയാതെ പോയല്ലോ. അങ്കിൾ എന്നോട് ക്ഷമിക്കണം. അങ്കിൾ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. അങ്കിൾ എന്നെ നേർവഴിക്ക് നടത്താൻ പ്രേരിപ്പിച്ചു. എന്നെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചു. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് അങ്കിളിനോട് നന്ദി പറയേണ്ടത്? സ്റ്റാൻലി ബബിതയെ അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് സ്റ്റാൻലി പറയുകയാണ്, നീയും എനിക്ക് മകൾ തന്നെയല്ലേ? നീ എൻ്റെ മകളുടെ അനിയത്തിയല്ലേ? അപ്പോൾ നിനക്കൊരാപത്ത് വന്നു എന്ന് മനസ്സിലാക്കിയാൽ ഞാൻ നിന്നെ രക്ഷപ്പെടുത്തേണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ. എങ്കിലും അങ്കിളിൻ്റെ വീട്ടിൽ വന്നിട്ട് അന്ന് ഞാൻ അങ്കിളിനോട് എന്തൊക്കെയാണ് മോശമായി സംസാരിച്ചത്. എന്നിട്ടും എന്നെ രക്ഷിക്കാൻ അങ്കിളിന് എങ്ങനെയാണ് മനസ്സ് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബബിത. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയുടെ തല ഒന്ന് പതിയെ തലോടിക്കൊണ്ട് നിൽക്കുകയാണ് സ്റ്റാൻലി. ഇതേ സമയം അലീന വന്ന് ചോദിക്കുകയാണ്, പപ്പ എപ്പോഴാ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത്? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നിന്നോട് എന്തിനാ പറയുന്നത്? ഞാൻ അവൻ്റെ അഡ്രസ്സ് കണ്ടെത്താൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ. ഇത് നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല മോളെ. ഇതിന് അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതം മേടിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അല്ലാതെ ഇത് ഒരു വഴിക്കും അവസാനിക്കില്ല. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് അവൻ്റെ റൂമിൽ കയറി പരിശോധിച്ചു. 1-2 ഫോട്ടോസൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോഴാണ് അവരതെല്ലാം വിശ്വസിച്ചത്. എങ്കിലും പപ്പയോട് ഒരുപാട് നന്ദിയുണ്ട്. പപ്പ എത്ര സിമ്പിളായിട്ടാണ് ഒരു വലിയ പ്രശ്നത്തിൽ നിന്നിട്ട് എൻ്റെ അനിയത്തിയെ രക്ഷിച്ചെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന തൊഴുകൈയോടെ സ്റ്റാൻലിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ മോളെ. മക്കൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ അത് തീർക്കാനുള്ളവരാണ് അച്ഛനും അമ്മയും.
പക്ഷേ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിലേക്ക് ഇനിയെങ്കിലും നിങ്ങൾ പോവാതിരിക്കണം എന്ന് ബബിതയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് സ്റ്റാൻലി. ബബിത പറയുന്നുണ്ട്, ഇല്ല അങ്കിളെ, ഇനി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. എൻ്റെ അച്ഛൻ്റെ നല്ലൊരു മകളായി ഇനി ഞാൻ എന്നും ഉണ്ടാകും. എന്തായാലും വായോ, നമുക്ക് ഒരേ കോഫിയൊക്കെ കുടിച്ച് പതിയെ നിന്നെ അവിടെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. മോൾ അവിടെ നിന്ന് ബസ് കയറി വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും കാറിലേക്ക് കയറ്റുകയാണ് സ്റ്റാൻലി. മറ്റൊരു എപ്പിസോഡുമായി ഉടൻ തന്നെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.